മുഹറം മാസം ആഗതമായി കഴിഞ്ഞാൽ 1 മുതൽക്ക് 10 വരെ പരിപാടികൾ വെക്കരുത്. എത്രത്തോളം ഒരു കല്യാണോ, ഒരു നിശ്ചയമോ, ഒരു നിക്കാഹോ, ഒരു സൽക്കാരമോ ഒന്നും വെക്കരുത്. 10 കഴിഞ്ഞിട്ടേ വെക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സംസാരം അവാമുന്നാസിൻ്റെ അടുത്ത് വ്യാപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി വിജയിക്കില്ല, അത് അപകടത്തിലേക്ക് കൂട്ടും എന്നൊന്നും പറയുന്ന ഒരു ഇബാറത്തോ അതിലേക്ക് സൂചനയായിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഇബാറത്തോ അല്ലെങ്കിൽ നെക്കിലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടും ഇല്ല. പഴയ കാലത്തൊക്കെ ഈ പറയുന്ന മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാക്കി എടുക്കുന്ന ഒരു മാസമാണ്. അതെപ്പോഴും സംഭവം തന്നെയാണ് മുഹറം മാസം. വലിയ പവറുള്ളൊരു മാസമാണ് മുഹറം മാസം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ വലിയ പവറുള്ളൊരു മാസമാണ് മുഹറം, പ്രത്യേകിച്ച് 1 മുതൽ 10 വരെ. അപ്പോൾ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പം അതിൽ കൂടുതൽ പങ്കെടുക്കേണ്ടത് സലാഹ് ഖൈറിൻ്റെ ആളുകളായിരിക്കും. കുറേ തങ്ങന്മാരും കുറേ ഉസ്താദുമാരും താലിമീങ്ങളും സലാഹ് ഖൈറിൻ്റെ ആൾ, പ്രത്യേകിച്ച് നിക്കാഹൊക്കെ ആകുമ്പോൾ അതിൽ നല്ല സലാഹ് ഖൈറിൻ്റെ ആളുകൾ പങ്കെടുക്കൽ പ്രത്യേകമായി കൊണ്ട് സുന്നത്തുണ്ട് എന്ന് ഇബ്നു സലാഹ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം അംദത്തുൽ മുഹ്താജിൽ ഇബ്നു മുലക്കി റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞ വ്യക്തമാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ സലാഹ് ഖൈറിൻ്റെ ആളുകളാകുമ്പം ഈ സലാഹ് ഖൈറിൻ്റെ ആളുകളും ഒക്കെ പഴയ കാലത്ത് മുഹറം മാസത്തിന് ഖത്തർക്ക് പവിത്രത കൽപ്പിച്ചു എന്ന് മാത്രമല്ല, അവർ അമലും കൂടി ചെയ്യും. ആ മാസത്തിൽ അമൽ ചെയ്യുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ നോമ്പെടുക്കും. 30 ദിവസം നോമ്പെടുക്കുന്നവരും വേണ്ട, 1 മുതൽക്ക് 10 ദിവസം വലിയ ഒരുവിധം ആളുകൾക്കൊക്കെ നോമ്പുണ്ടാകും. അപ്പോൾ 1 മുതൽക്ക് 10 ദിവസം നോമ്പാകുമ്പോൾ ഒരു നാട്ടിലൊരു പരിപാടി വെച്ചാൽ സലാഹ് ഖൈറിൻ്റെ ആളുകൾ കിട്ടൂല. കാരണം അവർ വരൂല, കാരണം അവർക്ക് നോമ്പായിരിക്കും. അപ്പോൾ ആരും പരിപാടി വെക്കൂല. അങ്ങനെ പരിപാടി വെക്കാതെയായി മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നിട്ട് വിളിക്കാം നമുക്ക് പരിപാടിയാണ്. കാരണം എന്തുകൊണ്ട്? സലാഹ് ഖൈറിൻ്റെ ആളുകൾ പങ്കെടുക്കൂല എന്നതുകൊണ്ടാണ്. കാരണം അവിടെ ഇല്ലത്ത് വ്യക്താക്കുന്നില്ല, അതല്ലാതെ വേറെ കാരണം കാണില്ല. അപ്പോൾ സലാഹ് ഖൈറിൻ്റെ ആളുകൾക്ക് അത് ദിക്റുകളും സലാത്തുകളൊക്കെ കൊടുത്ത് ആ അമൽ ഇങ്ങനെ ചെയ്യും. പ്രത്യേകിച്ച് നോമ്പാണ് കാര്യമായിട്ടൊരു അമലായിട്ട് പറയുന്നത്. അപ്പോൾ ഈ നോമ്പും അതുപോലെ തന്നെ പകലുള്ള ഭക്ഷണവും ഇത് രണ്ടും ഒരുമിച്ച് കൂടില്ലല്ലോ, തീയും വെള്ളം ഒരുമിച്ച് കൂടാത്തത് പോലെ. അപ്പോൾ നോമ്പും അതുപോലെ തന്നെ ഈ പറയുന്ന പകൽ സമയത്ത് ഭക്ഷണം ഒരുമിച്ച് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടി ഉച്ചക്ക് നടക്കുന്ന പരിപാടി കാര്യമായിട്ട് ആ പരിപാടിയിൽ ഉണ്ടാകുന്നത് നമ്മൾ പരിപാടിക്കും ഭക്ഷണം അതിൽ പ്രധാന അവിഭാജ്യ ഘടകം തന്നെയാണ്. കൂടിയവർക്ക് അതിൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ നോമ്പുകാരാണ് ആളുകൾ പൈലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ മാറ്റി നിർത്തുന്നത്. അവർ മാറ്റി നിർത്തിക്കൊണ്ട് അവരൊക്കെ അമലിലാണ്. നമ്മളിപ്പോൾ നോമ്പുമില്ല, നമ്മളിപ്പോൾ മുഹറം 8-നോ 4-നോ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ കിട്ടും. കാരണം ഇപ്പോൾ പഴയ മാർക്കുള്ള ഒരു സലാഹ് ഖൈറിൻ്റെ ആളുകൾ ഇപ്പോൾ ഉണ്ടോ ഇല്ല എന്നല്ല, ഇപ്പോഴും ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ നോമ്പെടുക്കുന്നവരൊക്കെ ഉണ്ട്, കൂടുതൽ നോമ്പെടുക്കാത്തവർ കാര്യം അതിപ്പോൾ എടുത്തില്ല വിചാരിച്ച് അവരാരും കൂഷിക്കപ്പെടുന്നൊന്നും വേണ്ട. കാരണം നല്ല സുന്നത്തായ ഒരു കാര്യമാണ്, എടുക്കാതെ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പഴയ കാലത്തെ ആളുകൾ മുഹറം 1 മുതൽക്ക് 10 വരെ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു മുസീബത്ത് അപകടങ്ങൾ വരാനിരിക്കുന്നു, ഈ വെച്ച് കഴിഞ്ഞാൽ പരിപാടി വിജയിക്കൂല എന്നൊന്നും ആരും പറഞ്ഞായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണങ്ങൾ നമുക്ക് ചിന്തിച്ചാലും നമ്മൾ ഉസ്താദുമാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയതായിട്ടുണ്ട്. അത്രേ നമ്മൾ അറിവിലുള്ളൂ. അല്ലാഹു അലം.